ഇനി കുറേ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്താ, മണിപ്പൂർ കലാപം. ഒരു അന്ത്യമില്ല. ഇങ്ങനെ നമ്മുടെ ഇസ്രായേൽ ഇറാൻ യുദ്ധം പോലെ തന്നെ, അതെന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. ഇത് നമ്മുടെ ഇന്ത്യക്ക് അകത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. എന്നിട്ട് അതിനെ കേന്ദ്രം അവഗണിക്കുകയും ചെയ്യുന്നു. കാരണം അതിനു വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അതായത് ഇവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും അതിനൊരു വേണ്ട ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അതായത് എല്ലാവരും പറയുന്നത് മോദിജി എന്താണ് സമാധാനപ്രിയനാണ്, മറ്റുള്ള രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മധ്യസ്ഥത നിൽക്കുന്ന ആളാണ് മോദിജി എന്നാണ് പറയുന്നത്. അദ്ദേഹം പക്ഷേ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തിന് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ്. അതായത് ഒരു മറുപടി പറയുകയോ അല്ലെങ്കിൽ ആ പ്രശ്നം ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കുകയോ ഒന്നും ചെയ്യാതെ ഇത്രയും നാളായിട്ടും അതിനെ ഇങ്ങനെ, ഒന്നുമില്ലെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാതെ ചൈനയിലും അവിടെ ഇവിടെ എല്ലാം പോയി അദ്ദേഹം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം രാജ്യത്തെ ഒരു പ്രശ്നത്തിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടെന്ന് വെച്ചാൽ 11 കുക്കികളെ CRPF വെടിവെച്ചു കൊന്നു. അതായത് കേന്ദ്രത്തിൻ്റെ കൂട്ടക്കൊലയെന്നാണ് നമ്മുടെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. മണിപ്പൂരിൽ കേന്ദ്രത്തിൻ്റെ കൂട്ടക്കൊല. 11 കുക്കുകളെയാണ് CRPF വെടിവെച്ചു കൊന്നത് തിങ്കളാഴ്ച. ഇന്നലെ പുതിയതായിട്ട് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ 11 കുക്കി വിഭാഗക്കാരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേന വെടിവെച്ചു കൊന്നു. ഏറ്റുമുട്ടലിൽ CRPF ജവാന് പരിക്കേറ്റെന്നും നാട്ടുകാരായ 5 പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുണ്ട്. ആ ഏറ്റുമുട്ടലിൽ CRPFിലെ ഒരു ജവാനും പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല നാട്ടുകാരായിട്ടുള്ള 5 പേരെ അതിൽ കാണാതെയും പോയിട്ടുണ്ട്. ജവാനെ അസമിലെ സിൽച്ചർ മെഡിക്കൽ കോളേജിലേക്ക് ആകാശമാർഗം മാറ്റി. തിങ്കളാഴ്ച പകൽ 3 ജിരിബാം ജില്ലയിലെ ബോറോബക്കറ ഡിവിഷനിലെ ജാക്കുറദോറിലെ CRPF പോസ്റ്റിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും 45 മിനിറ്റ് ആക്രമണമുണ്ടായെന്ന് CRPF അറിയിച്ചു. 10 മൃതദേഹങ്ങൾ കിട്ടിയെന്നും AK-47 അടക്കം വൻ ആയുധശേഖരം പിടിച്ചെടുത്തെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. AK-47 ഒക്കെയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇതൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണ്ട. എന്നിട്ടും ആരും ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. മേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നേരത്തെ നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. അന്നും നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ വാർത്ത ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അന്നും നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നിരോധനാജ്ഞ ചെയ്തിരിക്കുകയാണ്. ജിരിബാമിലെ സൈരാണിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഹൈസ്കൂൾ അധ്യാപിക സൊസാങ് മാറിനെ വെടിവെച്ചു കൊന്ന മൃതദേഹം ചുട്ടെരിച്ചതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത്. അവർ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാക്കിയതിന് കാരണം വേറൊന്നുമല്ല, അവിടുത്തെ അധ്യാപികയെ അവർ വെടിവെച്ചു കൊന്നു. പോരാത്തതിന് ശരീരം ചുട്ടെരിച്ചു. എന്ത് ക്രൂരതയാണ് ഈ ചെയ്യുന്നത്! കൊന്നതും പോരാ അവരുടെ ശരീരം ചുട്ടെരിച്ചു. 2 സ്ത്രീകളെ വിവസ്ത്രയായിട്ട് അതൊക്കെ എന്ത് മോശപ്പെട്ട കാര്യം. പക്ഷെ അതിനുവേണ്ടി അത് നമ്മളൊക്കെ അറിഞ്ഞത് തന്നെ എത്രയാ, ഒരു മാസത്തിന് ഒന്നോ അങ്ങനെ എന്തോ മാസങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ അറിഞ്ഞത്. എന്നിട്ടും പ്രധാനമന്ത്രി എന്താ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടോ അത് ഒരു ജവാന്റെ ഭാര്യ എന്തോ ആയിരുന്നു അതിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും അതിനെതിരെ വാമൂടിയിരിക്കുകയാണ് വാമൂടിയിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം വേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അദ്ദേഹം ഇപ്പോൾ പുടിനെ പോയി കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പോയി കാണാനായിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നം ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റ് അവിടെ ചെന്ന് അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം എന്താണ് പ്രശ്നം എന്ന് സംസാരിച്ചത് മാറ്റിയെടുക്കാം. ഇപ്പം ഈ ഒരു വിഭാഗത്തിൻ്റെ കൂടെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവർ ഈ ആക്രമണങ്ങൾ ഇത്രയും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ AK-47 ഒക്കെ ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നു? സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ AK-47 എങ്ങനെ വരിക? ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കുക, എന്നിട്ട് വെടിവെച്ച് കൊല്ലുക, ഒരാളെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് ആ ആളുടെ മൃതശരീരം ചുട്ടിരിക്കുക. ക്രൂരത മാത്രമാണ് വിചാരിച്ചിരുന്നത്. ഈ നമ്മുടെ പട്ടാളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം, അതൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇപ്പൊ ഇത്രയും നാളായിട്ടും
ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുമില്ല, പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഈ നമ്മുടെ ഇൻ്റർനെറ്റ് വരെ നിരോധിച്ച, അതായത് അവിടുന്ന് ഒരു വാർത്തകളും ഒരു കാര്യങ്ങളും പുറത്തേക്ക് പോകരുതെന്ന് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഈ ഒരു കലാപം ഇന്ത്യ മുഴുവൻ വേണമെങ്കിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറും. ഇപ്പം തന്നെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യം ഇത്രയും ഇതായിട്ടും മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിച്ചാൽ എങ്ങനെ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും? ഇപ്പം നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധം പോലെ ഇന്ത്യയും അങ്ങനെ ആയി തീരുമോ എന്നുള്ളത് നമുക്ക് പേടി തോന്നും ചിലപ്പോൾ. അത് കാണുമ്പോൾ നമ്മൾ അതുപോലെയാണ്. കാരണം വെടിവെച്ച് കൊല്ലുന്നു, ചുട്ടരിച്ചു കൊല്ലുന്നു, മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിക്കും. നമ്മൾ മാനസികാവസ്ഥയായിരിക്കും. അതായത് നമ്മൾ എന്തോ നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു മനോഭാവത്തിലായിരിക്കാം. നമ്മൾ അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ ആ വിവസ്ത്രയാക്കി. അതായത് റോഡിൽ കൂടി ചുറ്റിനും പുരുഷന്മാര് എന്നിട്ട് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള ഇങ്ങനെ പ്രവൃത്തികളൊക്കെ കാണാം. അതായത് നിയമം തന്നെ പറയുന്നുണ്ട് സ്ത്രീകളെ ആണ് കൂടുതൽ അവർ പരിഗണന നൽകുന്നത് എന്നുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടും നമ്മുടെ മോദിജിക്ക് ഉത്തരം, അല്ലെങ്കിൽ എനിക്കൊന്ന് മോദിജി വാമൂടി കിട്ടിയ ദേശാഭിമാനിയിൽ അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്, മോദിജി വാമൂടി കിട്ടിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 1.5 വർഷമായിട്ട് സംഘർഷം തുടരുന്നതാണ് മണിപ്പൂരിൽ. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും പരാജയമാണെന്ന് പുതിയ സംഭവം വ്യക്തമാക്കുന്നു. ശരി, നമ്മൾ ഇന്നാളിലും കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി ഈ ഒരു കലാപം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ പ്രതികരിക്കുന്നില്ല. ശത്രു രാജ്യങ്ങൾ കണക്കെ മണിപ്പൂർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഒരു ശത്രു രാജ്യം പോലെയാണ് ഇപ്പോൾ മണിപ്പൂർ രണ്ടായിട്ട്. അപ്പോൾ ഞാൻ ഇന്നാളെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു രാജ്യത്ത് തന്നെ ഒരു രാജ്യം, കൊറിയ എന്നുള്ളൊരു പേരാണെങ്കിൽ 2 രാജ്യം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്ന, യുദ്ധം നടക്കുന്ന അതേ സംഭവം തന്നെയാണ് മണിപ്പൂരിലും. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പോൾ 2 ശത്രു രാജ്യങ്ങളായിട്ട്, രണ്ടും ഒരു മെയ്തേ കുക്കി വിഭാഗക്കാർ, രണ്ടും 2 രാജ്യങ്ങളെ പോലെയാണ് ഇപ്പോൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മിസൈലും ഡ്രോണും വരെ ഉപയോഗിച്ച് ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നു. മെയ്തേ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകിയ ഇംഫാൽ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ 2023 മെയ് 3-നാണ് കലാപം ആരംഭിച്ചത്. 2023 മെയ്യിൽ ആരംഭിച്ച കലാപം ഇതിപ്പോൾ 2024 നവംബറായി. അതായത് 1 വർഷം തീരാൻ പോണു. ഇനി 1 മാസം കൂടെ ഉള്ളൂ 1 വർഷം തീരാനായിട്ട്. അപ്പം അന്ന് പട്ടികവർഗ പദവി നൽകിയ, അതായത് മെയ്തേ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകിയ ഇംഫാൽ ഹൈക്കോടതിയുടെ വിധി വന്നതിന് പിന്നാലെയാണ് ഈ കലാപം പൊട്ടിമുളച്ചത്. 250ഓളം പേർ കൊല്ലപ്പെട്ടു. 1,00,000-ഓളം പേർക്ക് വീടും നാടും നഷ്ടപ്പെട്ടു. 250ഓളം മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടത്. അതുപോലെ തന്നെ 1,00,000-ഓളം ആൾക്കാർക്കാണ് വീടും നാടും നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. അതായത് സാധാരണ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ, ഇപ്പം നമ്മുടെ വയനാട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ വന്നായിരുന്നു. അങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയും വന്നു. പക്ഷേ ഈ ഒരു മണിപ്പൂർ കലാപം നടന്നിട്ട് അദ്ദേഹം ഇതുവരെ ആ സംസ്ഥാനം സന്ദർശിച്ചിട്ട് പോലുമില്ല. അപ്പം 1.5 വർഷമായി. 1.5 വർഷത്തിനിടയ്ക്ക് പുള്ളി എവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോയി, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി. പക്ഷെ തൊട്ടടുത്ത് ഇന്ത്യയിലുള്ള മണിപ്പൂരിലോട്ട് വരാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അത്രയ്ക്ക് ടൈറ്റ് ഷെഡ്യൂളാണ് അദ്ദേഹത്തിന്. ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് BJP-കാരായ കുക്കി MLA-മാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. അപ്പോൾ നമ്മുടെ മോദിജി ഇനിയെങ്കിലും ഈ സംസ്ഥാനം പോയി ഒന്ന് സന്ദർശിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നോക്കുക എന്നാണ് നമ്മൾ എന്നും പറയുന്നത്. അതായത് ഈ ഒരു ന്യൂസ് പറയുമ്പോൾ നമ്മൾ ഇത് തന്നെ പറയുന്നത്. നമുക്ക് ഒരു ദിവസം പോലും പറയാനായിട്ട് പറ്റിയിട്ടില്ല മോദിജി വന്നു, മണിപ്പൂരിലെ കലാപം നിർത്തി, ഇനി ഒരു കലാപം അവിടെ ഇല്ല, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമായിരിക്കും. അവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുക. ഇന്ത്യയിലുള്ള ഒരു പ്രശ്നമാണിത്. അപ്പം മോദിജി എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ചിലപ്പോൾ ഈ മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു ചരിത്രമായി മാറാനിടയാകും ഇങ്ങനെ പോയാൽ. അപ്പം അങ്ങനെ ഒരു ചരിത്രമായി മാറാതെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാർ.